അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ചലഞ്ച് എടുക്കാം. 1 ചങ്ക് ചലഞ്ച്. ഇതൊക്കെ താഴോട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളിങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് പിക്കാസൊക്കെ ഉണ്ടാക്കി താഴോട്ട് പോകണം. ഇവിടെ ഇതിലേ കൂടി വഴി എനിക്ക് ഇവിടെ ബാരലുണ്ടല്ലോ. എല്ലാം റെഡി. നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടണം ഗീസ്. അപ്പോൾ ഗീസ് ഇന്ന് എനിക്കൊരാൾ സബ്സ്ക്രൈബർ കുറഞ്ഞ ഗീസ് ആരാന്നറിയില്ല. എന്നാലും ഗീസ് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഗീസ്. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങോട്ട് കുഴിച്ച് നോക്കിയാലോ. നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഗീസ് എനിക്ക് സോംബീൻ്റെ ഒച്ച നല്ല കേൾക്കുന്നുണ്ട്. 1 മിനിറ്റ് പോടാ അങ്ങോട്ട്. ഗീസ് അവിടെ അയറങ്ങണ്ടോ? ഒരിക്കൊന്നും ചെയ്യാൻ പറ്റൂ ഗീസ്. ഡിസ് എനിക്കിപ്പോഴും സൗണ്ട് വെക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഗീസ് നമ്മുടെ അയറൊന്നും വൈനിയാ. ഇതിലെനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും തോന്നി. എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിൽ എൻഡർ ഡ്രാഗൺ ഉണ്ടോയെന്നും കൂടി അറിയില്ല എനിക്ക്. ഇത്രയും മണിച്ചെങ്കിൽ എങ്ങനെ എൻഡർ ഡ്രാഗൺ ഇവരെവിടെ നിന്നായിരുന്നു? സ്പോണറുണ്ട് തോന്നുന്നു അവിടെ. അപ്പോഴത്തേക്ക് ഈ ലാപ്പിസിലെ കൂടി എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇനി താഴോട്ട് ഗീസ്. നമ്മൾ മറ്റേ സ്ഥലത്തെത്തി. അയ്യോ ഗീസ് നമ്മളോടൊപ്പം ഷുഡ് ബി ഫെഡ് വൺസ് ഡേ ഓൺലി. എന്താ എൻ്റെ പേര്? ടോസ്റ്റ് എന്തോ ആണ് ഗീസ്. ഗീസ് ഒബ്സിഡിയൻ ലാവയും കിട്ടി. കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടി. ഇതെന്തായാലും ഈ പോർട്ടൽ നമുക്ക് റെഡിയാക്കാൻ പറ്റൂല. അതിന് ഡയമണ്ട് വേണം ഈ സോർച്ച്. ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ഐഡിയ കിട്ടി. നോക്കാതെ നിങ്ങൾ ഇവിടെ എന്താ ഇതിന് മാത്രമായിട്ട് കിട്ടുന്നേ? കുറണ്ടിട്ടത് കൂടുതലായി പോയി. അതുകൊണ്ട് പക്ഷേ നിങ്ങൾ കണ്ടോ സ്കീപ്പ് ഇൻവെൻറ്ററുണ്ട്. അത് നല്ല കാര്യമാണ്. ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളു, അത് ഇത്ര കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ഫുഡിന് കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കിട്ടി. അതൊന്നും നമുക്ക് എടുക്കാം. ഐസ് സ്റ്റോ അക്കുയി എന്താ അവൻ അടിച്ചേക്കുന്നത്? ഈ മൂടുണ്ടാക്കിയ ആളുണ്ടല്ലോ. ഞാൻ ഇവിടേക്ക് ഒന്ന് കുഴിച്ച് പോട്ടെ. അടുത്ത താഴെ എന്താന്ന് നമുക്ക് നോക്കാം. വില്ലേജ് നമുക്ക് കുറെ ഫുഡ് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ഒരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്, കുറച്ച് ഹേബിയിലുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഞാൻ പറിച്ച് ഇവിടെ ഒരു സാധനങ്ങളൊക്കെ കണ്ട് ഇവിടെ വാതിൽ തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറിയിരിക്കും. 2 ബെഡ് ഇവിടെ ട്രാപ്പ് ഡോർ തുറന്നിരിക്കുന്നു.
തുറന്നിരിക്കുകയാണ് സത്യം പറയീസ്. ഇതിനകത്തു ഗീസ് വില്ലേജറിൻ്റെ സ്കൂൾ ആവശ്യമുണ്ടാവും. ടോർച്ച് നല്ല ആവശ്യമുണ്ടാവും ഗീസ്. സ്ലോനെസ്സോ എന്തപ്പോൾ ഇതിനകത്ത് ഈസ് വീണ്ടും ഡയമണ്ട് ഈസ്. ഇതെന്നല്ല എനിക്ക് വേണ്ട ഈസ്. എത്ര ഡയമണ്ടാ ഇത്? അതിന് താഴെ ചെസ്റ്റ് ഉണ്ട് ഈസ്. അതിനകത്തെന്തായിരിക്കും ഇനിയും ഡയമണ്ട് കുറേ കിട്ടി. ഞാൻ ഒന്ന് മുകളിലോട്ട് വരാം. പിന്നെ കുറച്ചുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. വത്തൊക്കെ എടുക്കട്ടെ കുറച്ച്. ഈ വത്തൊക്കെ കിട്ടി. ഇനി നമുക്ക് കുറച്ചും കൂടി താഴ്ത്തു വേണ്ട. അതിന് മുമ്പ് ഒന്ന് ഹീലാക്കണ്ട. ഹീലാക്കട്ടെ ഒന്ന് ഗൈസ്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ വെള്ളത്തിൽ കൂടി ഇങ്ങനെ കുഴിച്ചു പോയാൽ പിന്നെ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടി തന്നെ ഇറങ്ങാലോ. ഇങ്ങനെ കാണാനും പറ്റും എന്തൊക്കെയാണ് അപകടം എന്ന്. ഗൈസ് ഈ പ്രാവശ്യം എനിക്ക് തോന്നി ഇവിടെ ഈ ഒരു ബേസ് ഉണ്ടാവും. അരസ്റ്റു ബില്ലി എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതുള്ള എൻ്റെ അയ്യോ ഞാൻ എന്നത്തൊന്നിട്ട് ട്രേഡ് എന്താ എമറാൾഡ് കൊടുത്താൽ എനിക്ക് ക്യാമ്പ് ഫയർ കിട്ടും. എനിക്കത് പൊളിച്ചാൽ പോരെ. വെറുതെ ഓരോന്ന് വന്നോളൂ. സംതിങ് ഈസ് കമ്മിങ്. എനിക്ക് സോംബീൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ട്രിക്ക് ഉണ്ട്. നമുക്ക് ആ ട്രിക്ക് മതി കളി ജയിക്കാൻ പറ്റും. മുകളിലോട്ട് എറിയുക. ഇതെന്താ സംഭവം? പക്ഷെ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കിയിരിക്കുന്നു? കിട്ടിയായിരുന്നു. കേസ് വീണ്ടും കളഞ്ഞു കിട്ടി. വൺ മിനിറ്റ്, ഞാൻ അവിടെ താഴെ കണ്ടു പറ്റിയ സാധനം. ഇവിടെ മൊത്തം വെള്ളമാണല്ലോടാ. ഞാൻ എന്താ വീണ്ടും കണ്ടു. ഇതെന്തായിരുന്നു? അല്ല ഇതെന്താ നമ്മളെ മേത്ത് കണ്ടുപോയിട്ട് പവർ. ഇതെന്താ നമുക്ക് ശ്വാസം പോകുന്നില്ല. ഇതെന്താ സംഭവം? സാധനം ആരെങ്കിലും പറഞ്ഞു തരുമോ? എന്താ പ്ലീസ് അങ്ങനെ ഫസ്റ്റ് തൊട്ട് എത്തി നമ്മൾ.
എനിക്ക് ഇവിടെ നിന്ന് അപ്പോഴത്തെ കാണാം. ബൈ ബൈ.